ഇന്ന് ഒരു ഒറ്റമൂലി പരീക്ഷിച്ചാലോ? പണ്ട് മുതലേ നമുക്കിത് അപ്പൂപ്പനമ്മമാരും അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളത് തന്നെയാണ്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉണ്ടാക്കുമ്പോൾ എന്താണേലും കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ളപ്പോഴൊക്കെ യൂസ് ചെയ്തൂടെ. അപ്പോൾ ഇതിനു വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് കുരുമുളകും ജീരകവും കൽക്കണ്ടവും തേനുമാണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ എടുത്തു വെച്ചിരുന്ന കുരുമുളകും ജീരകവും ഈ പാനിലോട്ട് ഇടാം. അതൊരു 2-3 മിനിറ്റ് പാനിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം, അത് ജസ്റ്റ് ഡ്രൈ ആക്കാൻ വേണ്ടി മാത്രമാണ്, ഒന്ന് ചൂടാക്കി ഒന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ആക്കിയ 2 സ്പൂൺ വീതമുള്ള കുരുമുളകും ജീരകവും പിന്നെ ഒരു 2-2.5 പീസ് ഒരു കൽക്കണ്ടത്തിൻ്റെ പീസ് കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇട്ടത് ചെറിയ കൽക്കണ്ടമാണ്, അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ ഇട്ടു. പിന്നെ അത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിനകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ, സംഭവം റെഡിയായി. എന്നിട്ട് ഈ ആവശ്യമുണ്ടെങ്കിൽ ഒരു ഇച്ചിരി തേനൂടെ കൂട്ടി തേന് മിക്സ് ചെയ്ത് കുട്ടികൾക്ക്